ഹായ് കുഞ്ഞുങ്ങളെ, ഞാൻ ബീന കൃഷ്ണൻ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 5 സോഷ്യൽ സയൻസിൻ്റെ 1ാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൻ്റെ നോട്ട് കിട്ടിയില്ല എന്ന് കുറച്ച് കുട്ടികൾ പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഈ 1ാമത്തെ ചാപ്റ്റർ ഇടുന്നത് കേട്ടോ. കാരണം 3ാമത്തെ ചാപ്റ്ററൊക്കെ ആയി സ്കൂളിൽ അല്ലേ. ഇപ്പോൾ നമ്മൾ 1ാമത്തെ ചാപ്റ്റർ കിട്ടിയില്ല എന്ന് പറഞ്ഞ കുട്ടികൾക്കാണ് കുഞ്ഞുങ്ങളെ. അതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കി ഞാൻ മലയാളം മീഡിയക്കാർക്കും ഇംഗ്ലീഷ് മീഡിയക്കാർക്കും ഒരേപോലെ മനസ്സിലാകത്തക്ക രീതിയിൽ തന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1ാമത്തെ പാഠം പീലീസ് വില്ലേജ് ആണ്, അതായത് പീലിയുടെ ഗ്രാമം. ഇവിടെ നോക്കുന്നില്ല, യാത്രകൾ ചെയ്യാൻ കുട്ടികൾക്ക് ഇഷ്ടമല്ലേ? ഓരോ യാത്രകളും നമുക്ക് പുത്തൻ അറിവുകളും അനുഭവങ്ങളും സമ്മാനിക്കാറുണ്ട്. വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ നിന്നും വരുന്ന 4 കുട്ടികൾ അവരുടെ കൂട്ടുകാരിയുടെ ഗ്രാമം സന്ദർശിക്കാൻ പോവുകയാണ്. ഇവിടെ ഗ്രാമത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചും മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ചും എല്ലാം കുട്ടികൾക്കുണ്ടായിരിക്കുന്ന മുൻ ധാരണകളും അത് തിരുത്താൻ ഈ ഗ്രാമയാത്ര അവരെ സഹായിച്ചു. യാത്രയിലൂടെ അവർ നേടിയ അറിവുകളും അനുഭവങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം എന്നാണ് ഫസ്റ്റ് ഇൻട്രഡക്ഷൻ പറയുന്നത്. നോക്കുഞ്ഞില്ലേ, പീലിയുടെ ഗ്രാമം, പീലീസ് വില്ലേജ്. അതിൻ്റെ 1ാമത്തെ നോക്കിക്കേ. ഇതിനകത്ത് പ്രധാനപ്പെട്ടത് മാത്രം നോക്കിയാണ് ഞാൻ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. വാരി വലിച്ച് ഞാൻ നോട്ട് തന്നില്ല, കാരണം ടെസ്റ്റിൽ ഓൾറെഡി മിക്കവാറും ഉള്ളതിൻ്റെ എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ എഴുതുള്ളൂ കേട്ടോ. ഒന്നും അറിയാൻ വയ്യാത്തവർക്ക് എന്തെങ്കിലും ഈ ചാപ്റ്ററിൻ്റെ അറിയണ്ടേ, അതുകൊണ്ടാണ് ഇത് തന്നത്. റൈറ്റ് ഡൗൺ ദ ഫീച്ചേഴ്സ് ഓഫ് പീലീസ് വില്ലേജ്. എന്താ കുഞ്ഞുങ്ങളെ, ഫീച്ചേഴ്സ് ഓഫ് പീലീസ് വില്ലേജ്. ഈ പീലിയുടെ ഗ്രാമത്തിന്റെ പ്രത്യേകതകൾ എന്ത്? എന്താ കുഞ്ഞുങ്ങളെ, മലയാളം മീഡിയക്കാർ മലയാളത്തിലുള്ളത് എഴുതിയെടുക്കണം, ഇംഗ്ലീഷ് മീഡിയക്കാർ ഇംഗ്ലീഷിലുള്ളതും എഴുതിയെടുക്കണം കേട്ടോ. അപ്പം നോക്കിക്കേ, പീലിയുടെ ഗ്രാമത്തിന്റെ പ്രത്യേകതകൾ എന്ത്? ഫീച്ചേഴ്സ് ഓഫ് പീലീസ് വില്ലേജ്. നോക്കിക്കേ, ബ്യൂട്ടിഫുൾ വില്ലേജ്. എന്താണ് ബ്യൂട്ടിഫുൾ വില്ലേജ്? കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് സ്പെല്ലിങ് നല്ലതുപോലെ എഴുതാൻ അറിയണം കേട്ടോ. ബ്യൂട്ടിഫുൾ എന്നൊക്കെ എഴുതാൻ അറിയണം. നമ്മളെല്ലാം പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ടായില്ല, സ്പെല്ലിങ് കറക്റ്റായിട്ട് എഴുതണം കേട്ടോ. ബ്യൂട്ടിഫുൾ വില്ലേജ് ആണ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി. നോക്കിക്കേ, നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ വില്ലേജ്, എ വില്ലേജ് വിത്ത് ഹിൽസ്, ഫുഡ് ഹിൽസ് ആൻഡ് എ സ്മാൾ റിവർ ആൻഡ് ഉള്ളി സ്മാൾ ബിൽഡിംഗ്. ഇംഗ്ലീഷുകാർക്ക് ഞാൻ അത്രയും മാത്രമേ എഴുതിയിട്ടുള്ളൂ. നോക്കിക്കേ, മനോഹരമായ ബ്യൂട്ടിഫുൾ വില്ലേജ് എന്ന് വെച്ചാൽ മനോഹരമായ ഒരു ഗ്രാമമാണ്. ആരുടെ? ആ പീലിയുടെ കേട്ടോ. പീലിയുടെ ബ്യൂട്ടിഫുൾ വില്ലേജ് എന്ന് വെച്ചാൽ മനോഹരമായ ഒരു ഗ്രാമമാണ്. എ വില്ലേജ് വിത്ത്, ഇനി ഈ വില്ലേജിൽ എന്തൊക്കെയുണ്ട്? വിത്ത് ഹിൽസ്, ഫുഡ് ഹിൽസ്. ഫുഡ് ഹിൽസ് എന്ന് വെച്ചാൽ അടിവാരം എന്നാണ് കേട്ടോ. ഹില്ലെന്ന് വെച്ചാൽ എന്താണ്? കുന്നുകളും അടിവാരങ്ങളും. സ്മാൾ റിവർ എന്ന് വെച്ചാൽ ചെറിയ പുഴകളും. ഒള്ളി സ്മാൾ ബിൽഡിംഗ്, ചെറിയ ബിൽഡിംഗ് എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ, ചെറിയ കെട്ടിടങ്ങളും ഒക്കെ ഉള്ളതായിരുന്നു. ആരുടെയാണ്? പീലീസിന്റെ വില്ലേജ്. ഓക്കെയാണോ നിങ്ങളെ? പീലിയുടെ ഗ്രാമത്തിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു നോക്കിക്കേ. മനോഹരമായ ഗ്രാമമായിരുന്നു, കുന്നുകളും അടിവാരങ്ങളും ചെറിയ പുഴകളും മറ്റുമുള്ള ഗ്രാമമായിരുന്നു. മലയാളം മീഡിയക്കാർക്ക് കുറച്ചുകൂടെ എഴുതിക്കോ, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ആളുകളുടെ ഒരു ഗ്രാമമായിരുന്നു. സുന്ദരമായ ഗ്രാമമായിരുന്നു, ചെറിയ കെട്ടിടങ്ങൾ മാത്രമുള്ള ഗ്രാമം. അപ്പം ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ഇത്ര എഴുതിയാൽ മതിയോ നിങ്ങളെ? മലയാളം മീഡിയക്കാർ 2-3 വരി കൂടെ കൈന്നിട്ട് എഴുതിക്കോ കേട്ടോ. പീലിയുടെ ഗ്രാമം 1ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓക്കെ ആണോ? പീലിയുടെ ഗ്രാമത്തെക്കുറിച്ച് നിങ്ങൾ എഴുതാൻ ഓക്കെ ആണല്ലോ നിങ്ങളെ. അടുത്ത് നോക്കിയേ, ഫീച്ചേഴ്സ് ഓഫ് അർബൻ ആൻഡ് റൂറൽ ലൈഫ്. എന്തു ഈ അർബൻ എന്ന് വെച്ചാൽ നഗരമാവും നിങ്ങൾ. എന്താണ് അത്? തിരിഞ്ഞു പോകരുത് കേട്ടോ. അർബൻ എന്ന് വെച്ചാൽ എന്താണ്? നഗരപ്രദേശ ഗായാണ് കേട്ടോ. നഗരപ്രദേശവും റൂറൽ എന്ന് വെച്ചാൽ ഗ്രാമപ്രദേശവുമാണ്. അപ്പം അർബൻ ലൈഫും എന്ന് വെച്ചാൽ നഗര ജീവിതവും, റൂറൽ ലൈഫ് എന്ന് വെച്ചാൽ ഗ്രാമത്തിലുള്ള ജീവിതവും എങ്ങനെയാണ്? നോക്കിക്കേ, ഇംഗ്ലീഷും മലയാളവും ഉണ്ട്. അപ്പം ഇംഗ്ലീഷുകാർക്ക് പഠിക്കുമ്പോൾ എളുപ്പം പഠിക്കാൻ പറ്റും കേട്ടോ. നോക്കൂ നിങ്ങളെ, കോസ്റ്റ് ഓഫ് ലിവിങ് ഈസ് മോർ. എഴുതാൻ അറിയണേ നിങ്ങളെ. കോസ്റ്റ് ഓഫ് ലിവിങ് ഈസ് മോർ എന്ന് വെച്ചാൽ അവിടുത്തെ ജീവിത ചിലവ്. കോസ്റ്റ് എന്ന് വെച്ചാൽ ചിലവാണ് കേട്ടോ. അവർ ലിവിങ് എന്ന് വെച്ചാൽ ജീവിത ചിലവ് മോർ കൂടുതലാണ്, നഗരങ്ങളിലാണ് കൂടുതലാണ്. പിന്നെയോ, എന്നാൽ റൂറലിലാണെങ്കിൽ നോക്കിക്കേ, പീസ്ഫുൾ എൻവയോൺമെൻ്റ് ആണ്. നമ്മൾ എൻവിറോൺമെൻ്റ് എന്നാണ് ഈ കൊച്ചു പിള്ളേരൊക്കെ പഠിപ്പിക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ അവർക്ക് ആ സ്പെല്ലിങ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി. കറക്റ്റ് നിങ്ങളിപ്പം നിങ്ങൾ എങ്ങനെ പഠിച്ചാലും മതി. നിങ്ങൾ എൻവയോൺമെൻ്റ് എന്നൊക്കെയാണ് കറക്റ്റ് അത് പറയുന്നത്. എൻവിറോൺമെൻ്റ് എന്ന് എങ്ങനെ പഠിച്ചാലും അതിൻ്റെ സ്പെല്ലിങ് കറക്റ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ സമാധാനപരമായ അവർക്ക് എൻവയോൺമെൻറ്റ് എന്ന് വെച്ചാൽ പരിസ്ഥിതി, അവർക്ക് ചുറ്റുപാടുള്ള പരിസ്ഥിതിയൊക്കെ എന്തായിരിക്കും, അല്ലെങ്കിൽ അന്തരീക്ഷമൊക്കെ എങ്ങനെയായിരിക്കും? പീസ്
പീസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഏതാ ഗ്രാമത്തിലെ കാര്യമാണ്. നിങ്ങൾ എവിടെയൊക്കെയാവും നിങ്ങളെ താമസിക്കുന്നത്? നിങ്ങൾ ഇത് കാണുന്ന കുട്ടികൾ ഒന്ന് പറയണേ കേട്ടോ. നമ്മൾ എപ്പോഴും എൻ്റെ ലിങ്കൊക്കെ നിങ്ങൾ എടുത്ത് കാണുമല്ലോ. നിങ്ങളുടെയൊക്കെ സ്ഥലപ്പേര് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണേ. ഇതാരൊക്കെയാണ് കാണുന്നത് വെച്ചാൽ എവിടെയൊക്കെയുള്ളവർ എൻ്റെ ഈ ലിങ്ക് കാണുന്നുണ്ടെന്ന് ഞാനൊന്ന് അറിയട്ടെ കേട്ടോ. ഞാൻ പത്തനംതിട്ട അടൂരാണ് എൻ്റെ സ്ഥലം. പത്തനംതിട്ടയിലെ അടൂരാണ് എൻ്റെ സ്ഥലം. നിങ്ങളുടെയൊക്കെ സ്ഥലം ഒന്ന് പറയണേ കുഞ്ഞുങ്ങളെ. ഞാൻ നോക്കട്ടെ എൻ്റെ ലിങ്ക് എത്ര കുട്ടികൾ ഏതൊക്കെ സ്ഥലത്തിരുന്ന് കാണുന്നു എന്ന്. നമ്മൾ നേരിട്ട് കണ്ടാലും ഒരു പക്ഷേ ഇന്ന സ്ഥലത്ത് ഞാൻ വരുമ്പോൾ എൻ്റെ കുട്ടികൾ അവിടെ ഉണ്ട് എന്ന് എനിക്കൊരു തോന്നലുണ്ടാവുമല്ലോ. ഇന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ എൻ്റെ കുട്ടികൾ ഇവിടെ ലിങ്ക് കാണുന്ന കുട്ടികളൊക്കെ ഉണ്ടെന്നൊരു തോന്നലുണ്ടാവുമല്ലോ കേട്ടോ. ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ കുഞ്ഞുങ്ങളെ കാണുന്നവർ കേട്ടോ. അപ്പം നോക്കിക്കേ, കോസ്റ്റ് ഓഫ് ലിവിങ് ഈസ് മോർ ദ. നഗരങ്ങളിൽ ഭയങ്കര ചിലവാണെന്ന്. പക്ഷേ ഗ്രാമങ്ങളിലോ അവിടെ സമാധാനപരമായ അന്തരീക്ഷമായിരിക്കും. പിന്നോ എൻവിറോൺമെൻറ്റ് എന്ന് തന്നെ പഠിക്കാൻ കുഞ്ഞില്ലേ. എൻവിറോൺമെൻറ്റ് പൊല്യൂഷൻ ഈസ് മോറാണ് എന്ന് വെച്ചാൽ അവിടുത്തെ പരിസ്ഥിതി മലിനീകരണം കൂടുതലാണ്. എന്താ, വാഹനങ്ങളുടെയൊക്കെ എണ്ണം കൂടുതലായതുകൊണ്ട് അവിടുത്തെ എന്താ കുഞ്ഞുങ്ങളെ അവിടുത്തെ മലിനീകരണങ്ങളൊക്കെ കൂടുതലാണ്. കീപ്പ് റിലേഷൻസ്. ഗ്രാമങ്ങളിലാണെങ്കിൽ എന്താ എല്ലാവരും എന്താ അപ്പുറവും ഇപ്പുറവും ഒക്കെ വീടുകളിൽ കയറി ഇറങ്ങിയൊക്കെ ജനങ്ങൾ ഇടപഴകിയായിരുന്നു ജീവിച്ചിരുന്നത്. ഇടപഴകി എന്നാണ് കേട്ടോ, അല്ല ഇടവഴി എന്നൊന്നും എഴുതി വെക്കല്ലേ. അവരെല്ലാം എന്താണ് ഒരു നല്ല സന്തോഷത്തോടെയും സമാധാനത്തോടെയും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറവും ഇപ്പുറവും ഒക്കെ വീടുകളിലൊക്കെ കയറി ഇറങ്ങിയും ഒക്കെയായിരുന്നു അവർ എന്താ ഗ്രാമങ്ങളിൽ താമസിക്കുന്നത്. പിന്നോ മൂന്നാമത്തെ യൂസ്ഡ് മോഡേൺ ടെക്നോളജി. എന്താ ഗ്രാമങ്ങളിൽ അവർ പുതിയ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളെന്താ നമുക്കിതൊന്നും ഗ്രാമങ്ങളിലോട്ട് ആയില്ല അല്ലേ. അഗ്രികൾച്ചർ ഈസ് ദ മെയിൻ. അവർക്ക് കൃഷിയാണ് അവരുടെ പ്രധാന തൊഴിൽ. അപ്പോൾ അവരുടെ ജീവിത രീതിയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത് കേട്ടോ. അർബൻ ലൈഫും റൂറൽ ലൈഫുമാണ് കുഞ്ഞുങ്ങളെ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ചെറുത് നോക്കി 3 ഞാൻ തന്നിരിക്കുന്നത്. നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയക്കാർ അത് മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഇനി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ഇവിടെ നിന്ന് നിങ്ങളങ്ങ് എഴുതിയെടുക്കണം. മലയാളം മീഡിയക്കാർ മലയാളം എഴുതി വെക്കണം. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? 2 ക്വസ്റ്റ്യൻ ആൻസറും ഓക്കെ ആണല്ലോ. അടുത്ത നോക്കിക്കേ. ഇനി നമ്മൾ അവരുടെ ജീവിത രീതിയെക്കുറിച്ചാണ് പറഞ്ഞത്, അവരുടെ ലൈഫിനെ കുറിച്ചാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ റൂറൽ ഏരിയയും അർബൻ ഏരിയയും തമ്മിലുള്ള എന്ന് വെച്ചാൽ ഗ്രാമപ്രദേശങ്ങളും നഗരങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർ സിമ്പിൾ ലൈഫ് സ്റ്റൈലായിരിക്കും. എന്താ നിങ്ങളെ മൂന്നാമത്തെ ചോദ്യമാണ്. എല്ലാം 3 വീതം ചെറുത് നോക്കി ഞാൻ തരിക. കാരണം നിങ്ങൾക്ക് സ്പെല്ലിങ് പഠിക്കണം അല്ലേ, കാണാതെ പഠിക്കണം. എനിക്കിങ്ങനെ നോട്ട് ഇഷ്ടംപോലെ തന്നാൽ മതി, പക്ഷെ നിങ്ങളല്ലേ പഠിക്കേണ്ടത്. അതുകൊണ്ട് 5ാം ക്ലാസ്സിലായ കുഞ്ഞുങ്ങളൊക്കെ കുറച്ച് നോട്ട് പഠിച്ചാൽ മതി. വാരി വലിച്ച് പഠിക്കേണ്ട. എൻ്റെ പിള്ളേർ വാരി വലിച്ച് പഠിക്കേണ്ട, കുറേശ്ശെ പഠിച്ചാൽ മതി കേട്ടോ. പക്ഷെ തരുന്നത് പഠിച്ചേ ഒക്കത്തുള്ളൂ കേട്ടോ. തരുന്നത് പഠിക്കണം. നോക്കൂ കുഞ്ഞുങ്ങളെ, സിമ്പിൾ എന്താണ്, അവർക്ക് സിമ്പിൾ ലൈഫ് സ്റ്റൈലാണ്. പിന്നെ അതായത് വെച്ചാൽ ലളിതമായ ജീവിതം, അവർക്ക് ആഡംബരം ഒന്നുമില്ല. പിന്നെ എന്നാൽ അർബനിൽ താമസിക്കുന്നു, അർബൻ ഏരിയ എന്ന് വെച്ചാൽ നഗരങ്ങളിൽ താമസിക്കുന്നു, ബിസി ആൻഡ് മോഡേൺ ലൈഫ് സ്റ്റൈൽ. അവർ ഭയങ്കര ബിസി ആൻഡ് മോഡേൺ ലൈഫ് സ്റ്റൈൽ. തിരക്കേറിയ ആധുനിക ജീവിത രീതിയാണ്, എപ്പോഴും തിരക്കിലാണ് അവർ. പിന്നെ നോക്കിക്കേ, റൂറൽ ഏരിയയിലെ സ്മാൾ സെറ്റിൽമെൻ്റ് ആണ് എന്ന് വെച്ചാൽ ചെറിയ വാസസ്ഥലങ്ങൾ. അവർ താമസിക്കുന്ന ചെറിയ വീടുകളിലും അല്ലേ, ചെറിയ സാധാരണ രീതിയിലുള്ള ജീവിത രീതികളാണ്. പക്ഷേ ഇവരോ തിക്കിലി പോപ്പുലേറ്റഡ്, എപ്പോഴും ജനക്കൂട്ടമുള്ള, ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന. ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൽ തന്നെ ഒരു മുറിയൊക്കെ ആയിരിക്കും ഒരു കുടുംബത്തിന് കിട്ടുന്നത്. ആ ഒരു മുറിക്കകത്തിൽ വേണം എല്ലാവരും എല്ലാ കാര്യങ്ങളും നടത്താൻ. അങ്ങനെയൊക്കെയുള്ള നിങ്ങൾ കണ്ടിട്ടില്ലേ. അപ്പോൾ തിക്കിലി പോപ്പുലേറ്റഡ് ആണെന്ന് വെച്ചാൽ അവിടെ അപ്പോൾ അവരെവിടെയെങ്കിലും ജോലിക്ക് പോകുന്നതും വരുന്നതും ഒക്കെ എപ്പോഴും നല്ല റഷുള്ള സ്ഥലമായിരിക്കുമെന്ന്. പിന്നെ മൂന്നാമത്തെ പീസ്ഫുൾ എൻവയോൺമെൻ്റ് ആണ്, ലെസ് എക്സ്പെൻസീവുമാണ് എന്ന് വെച്ചാൽ സമാധാനപരമായ ഒരു അന്തരീക്ഷവുമാണ്, കുറഞ്ഞ ജീവിത ചിലവുമായിരിക്കും എവിടെ കുഞ്ഞുങ്ങളെ ഗ്രാമങ്ങളിൽ കേട്ടോ. പക്ഷേ അർബനിൽ താമസിക്കാൻ മോർ എക്സ്പെൻസീവാണ്. ജീവിതത്തിൻ്റെ ചിലവ് വളരെ കൂടുതലാണ്. അപ്പം മുമ്പ് പറഞ്ഞത് തിരിഞ്ഞു പോകല്ലേ, അവരുടെ ലൈഫ് സ്റ്റൈലാണ് മുമ്പ് പറഞ്ഞത് കേട്ടോ. ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ചാൽ എന്താണ്, അവരുടെ അർബനിലെ ജീവിത രീതികൾ എങ്ങനെയൊക്കെയാണത് കേട്ടോ. ഏകദേശം അതും ഇതും ഒക്കെ ഒരേപോലെ വരും. അപ്പം നിങ്ങൾക്ക് തിരിഞ്ഞു പോകരുത്, റൂറൽ ഏരിയയും അർബൻ ഏരിയയും തങ്ങളിൽ തിരിഞ്ഞ് പോകരുത്. ഓക്കെ, 3 ആയോ? പ്രധാനപ്പെട്ട മാത്രമേ തരുന്നുള്ളൂ നിങ്ങളെ. ആ ടെസ്റ്റിനകത്തിൽ ഏകദേശമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ നോട്ട് സെപ്പറേറ്റ് ഇടാഞ്ഞത്. ഇനി നിങ്ങൾക്ക് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫെസ്റ്റിവൽ ആൻഡ് സെലിബ്രേഷൻ ഇൻ എ വില്ലേജ്. നിങ്ങളുടെ നാട്ടിൻപുറത്തെ ആഘോഷങ്ങൾ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫെസ്റ്റിവൽ ഏതൊക്കെയാണ് കുഞ്ഞുങ്ങളെ? അത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാനാണ് പറയുന്നത് കേട്ടോ. നാട്ടിൻപുറത്തെ ആഘോഷങ്ങൾ എന്തൊക്കെയാണെന്ന്.
ചോദിക്കാവുന്നത്. എന്തൊക്കെയാ? ഏതെങ്കിലും ഒരു മത്സരത്തിൻ്റെ പേര് നിങ്ങൾക്ക് പറഞ്ഞാൽ മതി. ഞാൻ വെറുതെ റഫായിട്ട്, ഞങ്ങളുടെ നാട്ടിൽ വടംവലി മത്സരങ്ങൾ നടത്താറുണ്ട്. നിങ്ങൾക്ക് അവിടെ ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും കൊടുക്കാം. നിങ്ങൾക്ക് വടംവലി മാറ്റി ഫുട്ബോളോ അല്ലെങ്കിൽ ക്യാരംസ് കളിയോ ടെന്നീസ് എന്ത് വേണമെങ്കിലും, കബഡി കളിയോ, ഓരോ നാട്ടിൽ ഓരോന്നല്ലേ. അപ്പോൾ ഇവിടെ വെറുതെ വടംവലി മത്സരങ്ങൾ നടത്താറുണ്ട്. പല ദേശത്തു നിന്നും ടീമുകൾ എത്താറുണ്ട്. ഇനിയും അങ്ങനെയില്ലേ, ഏറ്റവും നല്ലപോലെ കളിക്കുന്ന ടീമിനെ, എതിർ ടീമിനെ, ആ ടീമിനെ പൊട്ടിക്കാൻ വേണ്ടി വേറെ എവിടെന്നെങ്കിലും നല്ലപോലെ അറിയാവുന്ന ടീമിനെ കൊണ്ടുവന്നൊക്കെ കളിക്കുന്നില്ലയോ നിങ്ങളെ? അറിയാമോ അതൊക്കെ? പല ദേശത്തു നിന്നും ടീമുകൾ എത്താറുണ്ട്. ആ ടീമുകൾ ഇത് നീക്കി എഴുതണേ, ആ ടീമെന്ന് എഴുതില്ലേ, ആ ടീമുകൾ തമ്മിൽ മത്സരം നടത്തുന്നുണ്ട്. വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. ഇത് നടത്തുന്നതിനുള്ള ചിലവ് നാട്ടുകാരിൽ നിന്നും പിരിച്ചാണ് അല്ലേ. നമുക്ക് ഓണപ്പരിപാടിയായാലും ക്രിസ്മസ് പരിപാടിയായാലും എന്ത് പരിപാടി വന്നാലും എന്താണ്, പിരിവുണ്ട് അല്ലേ, നാട്ടുകാരിൽ നിന്നും പിരിച്ച് എടുക്കാറുണ്ട്. ഇത് നിങ്ങൾ റഫായിട്ട് ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം കുഞ്ഞുങ്ങളെ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ ഒരു എങ്ങനെ എഴുതണം എന്നൊരു മോഡൽ വെറുതെ ഞാൻ കാണിച്ചതേ ഉള്ളൂ കേട്ടോ. ഓക്കെ ആണോ? ഇത് വായിച്ചിട്ട് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫെസ്റ്റിവൽ എഴുതിയാൽ മതി. അടുത്ത ജീവിത സാഹചര്യങ്ങളിൽ നിന്നും വന്ന ഇവർ എങ്ങനെയാവും ഇത്രയും അടുപ്പമുള്ള കൂട്ടുകാരായത്? നമ്മൾ ഈ പാഠത്തിനകത്തിലെ 3-4 പിള്ളേരുടെ പേര് പറയുന്നുണ്ട് അല്ലേ. ഇവരെങ്ങനെയാ ഒരുമിച്ചായത്? ഹൗ ഡിഡ് ദീസ് ഫ്രണ്ട്സ് ബിക്കം സോ ക്ലോസ് ഈവൻ വെൻ ദേ ഹെയിൽ ഫ്രം ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്? നിങ്ങളുടെ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ അല്ലേ. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്നാണ് ഇവർ വന്നത്. ഇവരെങ്ങനെയാണ് ഒരുമിച്ചത്? നമുക്കൊന്ന് ചിന്തിക്കാം. ആരൊക്കെ കുഞ്ഞുങ്ങളെ ഇതിൻ്റെ പേര്? നീനു, അപ്പു, വിക്കി, ചമേലി, പീലി. പേര് ഓർത്തോണ്ടേ കുഞ്ഞുങ്ങളെ. നീനു, അപ്പു, വിക്കി, ചമേലി, പീലി എന്നിവർ വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ നിന്നും വരുന്നവരാണ്. എന്താ കുഞ്ഞുങ്ങളെ? ഇവരെല്ലാം എന്താണ്? വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ നിന്നും വരുന്നവരാണ്. എന്നാൽ പീലി ഒരു ഗ്രാമവാസിയാണ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് എന്താണ്? പീലി അല്ലേ? പീലീസ് വില്ലേജ് എന്നല്ലേ. അപ്പോൾ പീലിയുടെയാണ് ഇവിടുത്തെ നമുക്ക് പ്രധാന കഥാപാത്രം. പീലി ഒരു ഗ്രാമവാസിയാണ്. മറ്റുള്ളവർ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്നവരാണ്. അപ്പോൾ ഇവിടുത്തെ കഥാപാത്രത്തിൽ പീലി മാത്രമേ ഉള്ളൂ ആരാ? ഗ്രാമത്തിലുള്ള. ബാക്കി 4 പേരും എന്താ കുഞ്ഞുങ്ങളെ? നഗരത്തിൽ നിന്നും വിവിധ ഭാഗത്തു നിന്നും താമസിക്കുന്നവരാണ്. പക്ഷേ അവർ കൂട്ടുകാരായി, അവർ വീട്ടുകാരായല്ല, കൂട്ടുകാരായി മാറി. അവർ സ്കൂളിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ ഇല്ലേ കുഞ്ഞുങ്ങളെ കൂട്ടുകാർ, ബെസ്റ്റ് ഫ്രണ്ടൊക്കെ ഇല്ലേ? അവരൊക്കെ ഏതൊക്കെ സ്ഥലത്തു നിന്നൊക്കെ ആയിരിക്കും വരുന്നത് അല്ലേ. അപ്പോൾ അടുത്ത കൂട്ടുകാരായി. പീലി കൊണ്ടുവരുന്ന രുചികരമായ ഭക്ഷണങ്ങൾ പരസ്പരം അവർ പങ്കുവച്ചു. അവരുടെ കഥകൾ പരസ്പരം പറഞ്ഞും സഹായിച്ചും അടുത്ത കൂട്ടുകാരായിട്ട് അവർ മാറി എന്നാ പറയുന്നത്. ഇതാണ് മലയാളം. ഇനി അതിൻ്റെ ഇംഗ്ലീഷ് ഉണ്ട് കേട്ടോ. ദേ കെയിം ഫ്രം ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്. എന്ന് വെച്ചാൽ എന്താണ്? ഇവരെല്ലാം വ്യത്യസ്ത സാഹചര്യങ്ങളിൽ അല്ലെ ഡിഫറൻറ്റ് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്നും വരുന്നതാണ്. പീലി ഈസ് ആരാണ്? പീലി ഈസ് എ വില്ലേജറാണ്. ബട്ട് ദേ ബിക്കെയിം ക്ലോസ് ഫ്രണ്ട്സ്. ഡെലീഷ്യസ് ഫുഡ് എന്ന് വെച്ചാൽ നല്ല രുചികരമായ അല്ലേ, നല്ല ഫുഡ് അല്ലേ. നമ്മുടെ കൂട്ടുകാരൊക്കെ നല്ല ഉച്ചയ്ക്ക് ഉണ്ണാനിരിക്കുമ്പോൾ അല്ലേ നല്ല ഫുഡൊക്കെ ചിലർ കൊണ്ടുവരത്തില്ലേ നിങ്ങൾ കൊണ്ടുപോകുമോ? ഡെലീഷ്യസ് ഫുഡ് ബ്രോട്ട് ബൈ പീലി വാസ് ഷെയ്ഡ് വിത്ത് ഈച്ച് അതർ. എന്ന് വെച്ചാൽ ഈ പീലി കൊണ്ടുവരുന്ന ഫുഡ് എല്ലാവരും കൂടിയാണ് കഴിക്കുന്നത് അല്ലേ. പീലി കൊണ്ടുവരുന്ന രുചികരമായ ഭക്ഷണങ്ങൾ അവരെന്ത് ചെയ്തു? ഓരോരുത്തരും പങ്കുവെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ ഇതൊക്കെ നടക്കത്തുള്ളൂ അല്ലേ. ഈച്ച് അതർ. ദേ ഹെൽപ്ഡ് ഈച്ച് അതർ ബൈ ടെല്ലിങ് ദെയർ സ്റ്റോറീസ് ആൻഡ് ബിക്കം ക്ലോസ് ഫ്രണ്ട്സ്. ഇനിയോ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവരുടെ കഥകൾ പറഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹായിച്ചും ഒക്കെ നല്ല കൂട്ടുകാരായിട്ട് മാറി അല്ലേ. ക്ലോസ് ഫ്രണ്ട്സ് അത് അങ്ങ് എഴുതിയെടുക്കണം കേട്ടോ. ദേ came from different background. Peely is a villager, but they became close friends. Delicious food brought by Peely was shared with each other. They helped each other by telling their stories and become close friends. ഇതങ്ങ് എഴുതിയെടുക്കണം കേട്ടോ. ഇതിനകത്തിലെ ഓരോ വാക്കുകളും നിങ്ങൾക്ക് വായിക്കുമ്പം അതിൻ്റെ തന്നെ മേളിൽ കിടപ്പുണ്ട് അതിൻ്റെ മലയാളം. അപ്പം നിങ്ങളത് വായിച്ച് മനസ്സിലാക്കണം. ഇനി നോക്കിക്കേ, നിങ്ങളുടെ ഒരു സെൽഫ് പ്രൊഫൈൽ പിക്ചർ തയ്യാറാക്കാൻ നിങ്ങളോട് ചോദിക്കുക. എന്താണ്? നിങ്ങളുടെ പേഴ്സണൽ പ്രൊഫൈൽ തയ്യാറാക്കാൻ, സ്വന്തമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ എഴുതാൻ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എഴുതണ്ടേ? നിങ്ങളുടെ പേരാണ്. മൈ നെയിം ഈസ്
ബീന കൃഷ്ണ. അല്ലെങ്കിൽ നിങ്ങളുടെ പേരെന്താ, നന്ദു, അപ്പു, അല്ലേ, ശാലി, ആരൊക്കെ പേരുണ്ടോ അവരുടെ പേര്, നിങ്ങളുടെ പേരാണ് എഴുതേണ്ടത്. മൈനെ ഇപ്പോൾ പേഴ്സണൽ പ്രൊഫൈൽ സ്കൂളിൽ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഴുതും? ആദ്യമേ നമ്മുടെ പേര്, ഇത് ഇംഗ്ലീഷ് മലയാളം വേണോ കുഞ്ഞുങ്ങളെ, കേട്ടാൽ അറിയാം. എൻ്റെ പേര് എന്താന്ന് വെച്ചാൽ എഴുതുക. പിന്നെ ഐ ആം കമ്മിങ് ഫ്രം, ഞാൻ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ പത്തനംതിട്ട അടൂര്. നിങ്ങൾ എവിടെയാണെന്ന് പറയണേ കുഞ്ഞുങ്ങളെ കമൻറ്റ് ബോക്സിൽ. എനിക്കൊന്ന് അറിയാനാണ് കേട്ടോ, എവിടെയൊക്കെയുള്ള കുട്ടികൾ എൻ്റെ വീഡിയോ കാണുന്നു എന്നൊന്ന് അറിയാൻ വേണ്ടിയാണ് കേട്ടോ. ഒന്ന് കമൻറ്റ് ചെയ്യണേ കുഞ്ഞുങ്ങളെ. പിന്നെ ഐ ആം 5th സ്റ്റാൻഡേർഡ്, ഞാൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. മൈ ഫാദർ ഈസ് നമ്മുടെ അച്ഛൻ്റെ ജോലി, നിങ്ങളുടെ അച്ഛൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ അത് അവിടെ എഴുതുക. അഗ്രികൾച്ചർ, കൃഷിയാണെങ്കിൽ കൃഷി എഴുതുക. ബിസിനസ് മാൻ ആണെങ്കിൽ അതല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് അവിടെ എഴുതുക. ഇനി മൈ മദർ വർക്ക് ഇൻ, നമ്മുടെ അമ്മ എവിടെയാണ് ജോലി ചെയ്യുന്നത് വെച്ചാൽ അത് എഴുതുക. മൈ ഹോബീസ്, ഇനി എൻ്റെ ജോലി എന്താവും നിങ്ങളെ, മൈ ഹോബീസ് ആറ് റീഡിങ്, വാച്ചിങ് ടി വി, എന്ത് വേണമെങ്കിലും എഴുതാം അല്ലേ. വാച്ചിങ് ടി വി എന്തായാലും ഒഴിവാക്കാൻ പറ്റത്തില്ല. റീഡിങ് വേണേൽ ഞങ്ങൾ കട്ട് ചെയ്യാൻ ടീച്ചറെ, പക്ഷേ വാച്ചിങ് ടി വി ഞങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല ഇല്ലയോ, കാരണം ടി വി ഇല്ലാത്ത ഇല്ലയോ. പക്ഷേ ടി വി ആളിലൊക്കെ കുറയ്ക്കണം, പഠിക്കണം കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത മാസം എക്സാം അല്ലേ, അതുകൊണ്ട് നമ്മളിവിടെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഇടുന്നുണ്ട്. നിങ്ങൾ ആ എല്ലാ ലിങ്കും 5ൻ്റെയും 7ൻ്റെയും 8ൻ്റെയും ഒക്കെ കേട്ടോ, ഇന്ന് മുതൽ ഞാൻ 6ൻ്റെ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ കയറി കാണണം. നിങ്ങളുടെ കമൻറ്റ് കണ്ടിട്ട് വേണം എനിക്ക് അടുത്ത ക്ലാസ് ഇടാൻ കേട്ടോ. അപ്പോൾ 1ാമത്തെ ചാപ്റ്ററാണിത്. നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ടാവും ഞങ്ങളെ ഞാനിത് എഴുതിയെടുത്തത്. 2ാമത്തെ ചാപ്റ്റർ നമ്മൾ ഇട്ടിട്ടുണ്ട്. സ്കൂളിൽ 3ാമത്തേക്ക് ആയോ, 3 ആയെന്ന് എൻ്റെ അടുത്ത് ഒരു കുട്ടി പറഞ്ഞു. നമുക്ക് ഇടാം കേട്ടോ. അപ്പം നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ പറയണേ കുഞ്ഞുങ്ങളെ, മനസ്സിലാവുന്നുണ്ടെങ്കിൽ മനസ്സിലായെന്ന് തന്നെ പറയണം കേട്ടോ. അതുപോലെ തന്നെ എല്ലാ മിക്കവാറും ഉള്ളവരെ വീഡിയോ കാണുന്നതേ ഉള്ളൂ, ഷെയറോ സബ്സ്ക്രൈബോ അല്ലെങ്കിൽ ലൈക്കോ ഒന്നും ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്തേക്കണം. ഓക്കെ ആണല്ലോ. താങ്ക് യു.